നമ്മൾ അടുത്ത് നോക്കുന്നത് ജിയോജിബ്ര ക്വസ്റ്റ്യനിലെ ഒരു വ്യത്യസ്തമായ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ജിയോജിബ്രയിലെ ആംഗിൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അതിൽ രണ്ടാമത്തെ ചോയ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ നിങ്ങൾ ഈ ചോയ്സ് 1ഉം ചോയ്സ് 2ഉം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചോയ്സ് ഒന്നാമത്തെ ചോയ്സാണ് അധികം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പെട്ടെന്ന് കഴിയുന്ന ചോദ്യമാണ് നിങ്ങളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചോയ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് 13 യൂണിറ്റിൽ എ ബി എന്ന വര വരച്ച് മധ്യലംബം വരയ്ക്കുക. സി എന്ന മധ്യബിന്ദു അടയാളപ്പെടുത്തുക. എ സി ബി സി നീളം കണക്കാക്കുക. ഡി എന്ന ബിന്ദു അടയാളപ്പെടുത്തി കോൺ എ സി ഡി കോൺ ബി സി 90 ഡിഗ്രി ആണെന്നുള്ള രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് തന്നെ ആപ്ലിക്കേഷനിൽ പോയിട്ട് എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര. ഓക്കെ, ഇതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന. ഒന്ന് വേണമെങ്കിൽ നമുക്ക് മൊത്തം പ്ലെയിനായിട്ട് കാണണമെങ്കിൽ വ്യൂവിൽ പോയിട്ട് ഇവിടുത്തെ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പ്ലെയിനായിട്ട് കാണാം. ഓക്കെ, വ്യൂവിൽ പോയിട്ട് ടിക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് പ്ലെയിനായിട്ട് കാണാം. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13 യൂണിറ്റിൽ എ ബി എന്ന വര വരച്ച് അതിന് മധ്യലംബം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വര വരയ്ക്കണമെങ്കിൽ നമുക്കിവിടെ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് ഫ്രം പോയിൻറ്റ്, ഈ രണ്ടാമത്തേതിലെ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് ഓഫ് പോയിൻറ്റ്, ഇത് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. മേലെ കണ്ടോ, അതിൻ്റെ അളവ് കൊടുത്തിട്ട് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കുത്തിടുക, എ ബി 13 എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പം കണ്ടില്ലേ 13 യൂണിറ്റ് നീളത്തിൽ എ ബി എന്ന് പറയുന്ന രേഖാഖണ്ഡം വന്നിട്ടുണ്ട്. ഇനി അതിന് മധ്യബിന്ദു കണ്ടുപിടിക്കണമെങ്കിൽ, ഓക്കെ, അതിൻ്റെ മധ്യബിന്ദു കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള പോയിന്റിൽ നമ്മൾ ഇപ്പം വരച്ച് ചെയ്ത് വെച്ചിട്ടാണ്. തൊട്ടടുത്തുള്ള പോയിന്റിൽ പോയിട്ട് മിഡ് പോയിന്റ് ഓർ സെൻറ്റർ എന്ന് പറയുന്ന ഭാഗം എടുക്കുക. മിഡ് പോയിന്റ് ഓർ സെൻറ്റർ 3 കുത്തുകൾ കാണുന്നത് കേട്ടോ. മിഡ് പോയിന്റ് ഓർ സെൻറ്റർ എടുക്കുക. അവിടെ പോയിട്ട് എ ബി 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിഡ് പോയിന്റ് അവിടെ വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് മിഡ് പോയിന്റ് വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ ചോദ്യമാണ്. അതായത് ഡി അതിന് അടയാളപ്പെടുത്തി രേഖാഖണ്ഡം വരച്ച് 90 ആണെന്ന് രേഖപ്പെടുത്തുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമേ കയറി ഡി അടയാളപ്പെടുത്തിയിട്ട് രേഖാഖണ്ഡം വരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആംഗിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തെറ്റാൻ സാധ്യതയുണ്ട്. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഈ 2 ആംഗിളും, ഓക്കെ, ഈ 2 ആംഗിളും നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു രേഖാഖണ്ഡം വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി എളുപ്പം. അതിനുവേണ്ടി നമ്മൾ ആംഗിൾ വിത്ത് എ ഗിവൺ സൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആംഗിൾ വിത്ത് എ ഗിവൺ സൈസ് പറയുന്നു. ബി സി ഇവിടെ നമ്മൾ 90 എന്നടിക്കുന്നു. ബി സി കൗണ്ടർ ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഞാൻ പറഞ്ഞിരുന്നു. ഈ ബി സി ആണെങ്കിൽ അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർക്കുക. അതായത് വലത്ത് നിന്ന് ഇടത്തേക്ക് പോകുന്ന സമയത്ത് അത് കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇപ്പോൾ കണ്ടില്ല, 90 ഡിഗ്രി ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വന്നു. ഇനി അത് തന്നെ എ സി അടിക്കുന്ന സമയത്ത് എ സി ഇവിടെ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആക്കി മാറ്റണം. ഓക്കെ, ക്ലോക്ക് വൈസ് ആക്കിയിട്ട് മാറ്റണം. കണ്ടോ, അപ്പോൾ ഇതും 90 ഇതും 90. ഇപ്പോൾ കൃത്യ നടുവിലൂടെ ഒരു രേഖ വരുന്ന ചെറിയ രേഖ വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി അത് വരയ്ക്കാൻ എളുപ്പമാണ്. ഓക്കെ, സെഗ്മെൻറ്റ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എടുക്കുക. കണ്ടോ, കറക്റ്റ് ആ രേഖയിലൂടെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഡി, വളരെ എളുപ്പമാണ്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യമേ നമ്മൾ ഡി വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ചെരിവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ചിലപ്പോൾ 90 കിട്ടിയെന്ന് ഒരു 89, 88 നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആംഗിൾ, ഓക്കെ, അതായത് ആംഗിൾ വിത്ത് എ ഗിവൺ സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് 2 ആംഗിളുകളും സെറ്റ് ചെയ്തതിന് ശേഷം അതിലൊരു രേഖാഖണ്ഡം വരയ്ക്കുകയാണെങ്കിൽ കൃത്യം 2 90 കിട്ടുമെന്ന് പറഞ്ഞത്. ഇനി എടുക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗം, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് RHS ആണെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ അത് കൗണ്ടർ ക്ലോക്ക് വൈസും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS ആണെങ്കിൽ അത് ക്ലോക്ക് വൈസും ആക്കി ആംഗിൾ സെറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. അത് മാത്രം മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അതായത് ഇതുണ്ടോ, ഇത് ക്ലോക്ക് വൈസ് കൊടുത്തെങ്കിൽ മാത്രമേ വരുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് മറ്റേ രീതിയിൽ കൊടുത്താൽ സംഭവിക്കാൻ ഒരു സംശയം ഉണ്ടാവും. കണ്ടോ, എ ബി കൗണ്ടർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആംഗിൾ വരിക, താഴേക്ക് ഇങ്ങനെയാണ് ആംഗിൾ വരിക. കണ്ടോ, ഇവിടെയാണ് പോയിന്റ് വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒന്ന് ക്ലോക്ക് വൈസും ഇത് ക്ലോക്ക് വൈസും ഇത് കൗണ്ടർ ക്ലോക്ക് വൈസുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ പോയിട്ട് സേവ്. അപ്പോൾ അത് GBP ഫയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. DLED പ്രൊഡക്റ്റിലേക്ക് അത് DLED പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് അത് സേവ് ചെയ്യുക.
ഓക്കെ, ഇത്രയും ചെയ്യലാണ് ജിയോജിബ്ര. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. തന്നിരിക്കുന്ന അളവ് വെച്ചിട്ട് ഒരു രേഖ വരച്ചതിന് ശേഷം മധ്യബിന്ദു രേഖപ്പെടുത്തി അല്ലെങ്കിൽ മധ്യലംബം വരച്ച് ആംഗിളുകൾ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം മധ്യലംബം വരയ്ക്കാൻ ശ്രദ്ധിക്കുക. തെറ്റിപ്പോരുത്. ആദ്യം ഇത് വരച്ച് ആംഗിളുകൾ രേഖപ്പെടുത്തുമ്പോൾ ആംഗിൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 ആംഗിളും രേഖപ്പെടുത്തി അതിന് കൃത്യം നടുക്കൊരു രേഖ കിട്ടും. ആ രേഖയിലൂടെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക.